പെണ്ണ് കേസ് എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. സിനിമ എനിക്ക് ഒട്ടും വർക്കായില്ല. ഭയങ്കര ഒരു ബോറിംഗ് ആയിപ്പോയി. സിനിമ ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത രീതിയിലാണ് ഇവർ എടുത്തു വെച്ചിരിക്കുന്നത്. സിനിമയിൽ വരുന്ന പ്ലോട്ടും അതിൻ്റെ പ്ലോട്ട് ട്വിസ്റ്റും ക്ലൈമാക്സ് ട്വിസ്റ്റ് വരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒട്ടും ഒരു പുതുമ സിനിമയിൽ നമുക്ക് തോന്നിയില്ല. സിനിമ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ നമുക്ക് ഓരോ സീനും നമുക്കിങ്ങനെ പ്രഡിക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. ഈ സിനിമയുടെ പ്ലോട്ട് കൊള്ളായിരുന്നു. ആണുങ്ങളെ കല്യാണം കഴിച്ച് പറ്റിച്ചിട്ട് കടന്നു കളയുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ നല്ലൊരു പ്ലോട്ടായിരുന്നു. പക്ഷെ അവർ സ്ക്രീൻ പ്ലേ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ബോറിംഗ് ആയിപ്പോയി. പിന്നെ ഈ സിനിമയുടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇവർ ഒരു ജോണറിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്നില്ല എന്നുള്ളതാണ്. കുറച്ച് നേരം സിനിമ ഭയങ്കര സീരിയസ് ആയിട്ട് പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു സീരിയസ് സിനിമയാണ്, കോമഡി സിനിമ അല്ല. കുറച്ച് കഴിയുമ്പോൾ ഒരുപാട് കോമഡി വരും. അപ്പോൾ വിചാരിക്കും ഇതൊരു കോമഡി മൂവിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ ഏതെങ്കിലും ഒരെണ്ണത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നിരുന്നെങ്കിൽ സിനിമ കുറച്ചും കൂടി ബെറ്റർ ആയനെ. ഇവരൊരു കോമഡി ട്രാക്ക് പിടിച്ചിരുന്ന ഇത് ഫുള്ള് കോമഡി ആയിട്ട് എടുത്ത് ഇവർക്ക് ഓരോ കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റിയാണ്. പക്ഷേ ആ ഒരു രീതിയിൽ സിനിമ പോയിട്ടില്ല. എന്നാൽ സീരിയസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സീരിയസും അല്ല. ഫുൾ സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് വേറൊരു രീതിയിൽ പോകേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ മൊത്തത്തിൽ സിനിമ എല്ലാം കൂടി മിക്സ് ആയിട്ട് ജസ്റ്റ് ഒരു ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു പുതുമയില്ല, ഭയങ്കര ഒരു സംഭവമായിട്ട് പറയാനുമില്ല. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിഖില വിമലാണ് ഇതിൽ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ പെർഫോമൻസ് ജസ്റ്റ് ഒരു ഓക്കെ പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു വിഷമമുള്ളൊരു ഭാവമാണ് പുള്ളിക്കാരത്തിൻ്റെ മുഖത്ത് ഈ സിനിമയിൽ കൂടുതലും ഉള്ളത്. ഓരോ ആണുങ്ങളെ പറ്റിക്കുന്ന സീനുകൾ അതങ്ങനെ ഒരുപാടായിട്ട് എക്സ്പ്ലോർ ചെയ്തൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ആ ഒരു സീനൊക്കെ കുറേ കോമഡിയൊക്കെ മിക്സ് ചെയ്തൊക്കെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നന്നായിരുന്നു. പിന്നെ സിനിമയിൽ ഒരു ഇമ്പ്രസീവ് ഒരു ക്യാരക്ടർ ചെയ്തത് ഹക്കീം ഷാജഹാനാണ്. ഒരു പോലീസ് കഥാപാത്രമാണ്. അപ്പോൾ നിഖില വിമലിൻ്റെ കേസ് ഡീൽ ചെയ്യുന്നത് ഹക്കീം ഷാജഹാൻ്റെ കഥാപാത്രമാണ്. അപ്പോൾ പുള്ളി അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പുള്ളി ആ ഒരു ക്യാരക്ടർ പിടിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. നിഖില വിമലാൽ ചതിക്കപ്പെട്ട ഒരുപാട് കല്യാണ പയ്യന്മാർ. അപ്പോൾ അതിൽ കുറച്ച് സ്ക്രീൻ സ്പേസ് ഉള്ളത് അജു വർഗീസിന്റെ ക്യാരക്ടറാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു ശോകം ക്യാരക്ടറായിരുന്നു. ഒട്ടും ഒരു കൺവിൻസിംഗ് അല്ലാത്തൊരു ക്യാരക്ടറായിരുന്നു. വെറുതെ കൊണ്ടുവന്ന് എന്തൊക്കെയോ കാണിച്ചു പോകുന്നുണ്ട്. ഫെബിൻ സിദ്ധാർത്ഥാണ് ഈ സിനിമ കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ സ്ക്രീൻ പ്ലേ ഭയങ്കര ഒരു ജനറിക് സ്ക്രീൻ പ്ലേ ആയിപ്പോയി. ഇവർ ക്ലൈമാക്സിൽ ഭയങ്കര ഒരു ട്വിസ്റ്റ് ഉദ്ദേശിച്ചാണ് ക്ലൈമാക്സ് സെറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് മുതൽ ക്ലൈമാക്സ് എത്തുന്നവരെ സെയിം ലെവലിലാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. വല്ല ഹൈ മൊമെൻറ്റ് ലോ മൊമെൻറ്റ് ഒന്നും ഇല്ലാതെ ആ ഒരു സെയിം പാറ്റേൺ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയത്. നമുക്കപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒട്ടും ഒരു എൻഗേജ്മെൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. കുറച്ച് സീരിയസ് കാണിക്കും, കുറച്ച് കോമഡി കാണിക്കും. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് ഒട്ടും വർക്കായില്ല ഈ സിനിമ. ക്ലൈമാക്സ് ആയാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്ലൈമാക്സ് തന്നെയാണ് സിനിമയിൽ വന്നത്. ആകമൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയായിട്ട് തോന്നിയില്ല. OTT വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് മറക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് പെണ്ണ് കേസ് എനിക്ക് അനുഭവപ്പെട്ടത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു സിനിമയുടെ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.